Hello dear students, in this class we instrumentation of DT and we DT principle discuss but DT the difference in temperature of difference between the temperature of sample and reference that's the graph temperature graph. In DT experiment, we are measuring the difference in temperature between the sample and reference as a function of temperature. That is, I will measure Ts minus Tr. The function as versus temperature. The thermogram Ts versus Tr, Ts minus Tr versus T. T is the temperature same as Ts no Tr no T no same. So next instrumentation. Instrumentation is important importance figure importance. Figure മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ സ്വന്തം വേർഡ് എഴുതിയാണ്. അല്ലാണ്ട് അതിന് വേറെ ഞാൻ പറയുന്ന അതേ സെന്റൻസ് ഉപയോഗിക്കണമെന്നില്ല. അപ്പോൾ ഇവിടെ എന്തുള്ളത് നേരത്തെ നമ്മൾ പറഞ്ഞ തന്നെ മൈക്രോ പ്രോസസർ കൺട്രോൾഡ് പവർ സോഴ്സ് ഉണ്ട്. മൈക്രോ പ്രോസസർ കൺട്രോൾഡ് പവർ സോഴ്സ് ഫോർ സപ്ലൈയിങ് എന്താണ് എനർജി അല്ലെ ഫോർ സപ്ലൈയിങ് ഹീറ്റ്. നെക്സ്റ്റ് സാമ്പിൾ ഉണ്ട്, റഫറൻസ് ഉണ്ട് അല്ലേ. നെക്സ്റ്റ് എന്താണ് ടെമ്പറേച്ചർ സെൻസർ 1, ടെമ്പറേച്ചർ സെൻസർ 2. അതായത് ടെമ്പറേച്ചർ സെൻസർ 1 ഉപയോഗിക്കുന്നത് സാമ്പിളിന്റെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്, ടെമ്പറേച്ചർ സെൻസർ 2 ആണെങ്കിൽ റഫറൻസിന്റെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ആംപ്ലിഫയർ 1 ഇത് 1 ആയതുകൊണ്ട് ഇത് 1, ഇനി ആംപ്ലിഫയർ 2 ഇത് 1 ഉം 2 കൂടി മാറിപ്പോയാൽ ബുദ്ധിമുട്ടൊന്നുമില്ല. അതായത് ടെമ്പറേച്ചർ സെൻസർ 2 ന്ന് കൂടെ ടെമ്പറേച്ചർ സെൻസർ 1 ഇതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ടെമ്പറേച്ചർ സെൻസർ 1 ന് കറസ്പോണ്ടിങ് ആയിട്ട് ഏത് വരണം ആംപ്ലിഫയർ 1 വരണമെന്നേ ഉള്ളൂ, വേറെ ബുദ്ധിമുട്ടൊന്നും അവിടെ ഇല്ല. അപ്പോൾ നമ്മൾ എന്താ പറയേണ്ടത് ഹിയർ ഇത് വരുന്നത് explanation വരുമ്പോൾ here sample is taken in a chamber. Sample is taken in a chamber. Sample നമ്മൾ ചേമ്പറിലേക്ക് എടുത്തിട്ടുണ്ട്. And next reference is taken in another chamber. Another point മനസ്സിലായോ? അതായത് നമ്മൾ സാമ്പിളിന്റെ ഒരു ചേമ്പറിൽ എടുക്കുക, റഫറൻസിനെ വേറൊരു ചേമ്പറിലേക്ക് എടുക്കുക. അതാണ് ഒന്നാമത്തെ പോയിന്റ് വരുന്നത്. ഇനി നെക്സ്റ്റ് എന്താണ് ബൈ യൂസിങ് മൈക്രോ പ്രോസസ്. രണ്ടാമത്തെ പോയിന്റ് ആണ് ഇവിടെ നോട്ട് ചെയ്യുക. ബൈ യൂസിങ് എന്താണ് ഹീറ്റ് is ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. Heat is supplied by using ഏത് വെച്ചിട്ടാ മൈക്രോ പ്രോസസർ കൺട്രോൾഡ് പവർ സോഴ്സ്. രണ്ടാമത്തെ പോയിന്റ് മനസ്സിലായല്ലോ. അതായത് നമ്മൾ ആദ്യം പറഞ്ഞ സാമ്പിളിനെ ഒരു ചേമ്പറിൽ എടുക്കുക, അതുപോലെ തന്നെ റഫറൻസിനെ വേറൊരു ചേമ്പറിൽ എടുക്കുക. അപ്പൊ റഫറൻസിനായിട്ട് എക്സാമ്പിൾ അവിടെ പറയുന്നത് അലുമിനിയത്തിന്റെ ഓക്സൈഡ് ആണ്, Al2O3 ആണ്. ഏതിന്റെ എക്സാമ്പിൾ ആയി പറയുന്നത് റഫറൻസ് ഇനേർട്ട് റഫറൻസ് ഈസ് ടേക്കൺ ഇൻ അനദർ ചേമ്പർ ദാറ്റ് ഈസ് Al2O3. അതാണ് പഠിച്ചു വെച്ചാൽ അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല, മീൻസ് എന്താണ് പഠിക്കാൻ നിർബന്ധമൊന്നുമില്ല. Al2O3 എക്സാമ്പിൾ ആണ് റഫറൻസിന്. നെക്സ്റ്റ് എന്താണ് ഹീറ്റ് ഈസ് സപ്ലൈഡ് ബൈ യൂസിങ് എ മൈക്രോ പ്രോസസർ കൺട്രോൾഡ് പവർ സോഴ്സ്. അതായത് ഇത് വെച്ചിട്ട് മൈക്രോ പ്രോസസർ കൺട്രോൾഡ് പവർ സോഴ്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം ഹീറ്റ് അപ്ലൈ ചെയ്യാം. ഹീറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും ഇവിടെ നമ്മൾ പറഞ്ഞ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും അല്ലെ. ടെമ്പറേച്ചർ ആ സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ DT പറയുന്ന സമയത്ത് അല്ലെ എന്താണ് ഹീറ്റ് സപ്ലൈഡ് ബൈ ദ substance is used to increase its temperature. അല്ലെ ഒരു വസ്തുവിലേക്ക് ഹീറ്റ് സപ്ലൈ ചെയ്താൽ ആ വസ്തുവിന്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന നമ്മൾ DT പറയുമ്പോൾ മറ്റുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ടെമ്പറേച്ചർ സാമ്പിൾ ഹീറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ സാമ്പിളിന്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും, റഫറൻസിന്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ നെക്സ്റ്റ് വൺ മൂന്നാമത്തെ പോയിന്റ് സാമ്പിൾ ടെമ്പറേച്ചർ. മൂന്നാമത്തെ പോയിന്റ് ആണ് ഞാൻ എഴുതിയിട്ടുള്ളത് സാമ്പിൾ ടെമ്പറേച്ചർ is measured
measured by using is measured by using temperature sensor 1. Next point sample temperature is measured by using temperature sensor 1 and reference temperature. Reference temperature is measured. Reference temperature is measured by using temperature sensor 2. Sample temperature measure temperature sensor 1 ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് എന്താണ് sample temperature 2 എന്തിനാണ് ഉപയോഗിക്കുന്നത് sample temperature 2 and reference temperature is measured by using temperature sensor 2. reference temperature measure ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ temperature sensor 2 ഉപയോഗിക്കുന്നത്. ഈ നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് എന്താ പറയുന്നത് നെക്സ്റ്റ് തേർഡ് ഫോർത്ത് പോയിന്റ് ആയിട്ട് പറയുന്നത് എന്തിനു വേണ്ടി ആംപ്ലിഫയർ ഉപയോഗിക്കുന്നത് to convert it into electronic form അല്ലേ. അപ്പൊ ഇലക്ട്രിക്കൽ സിഗ്നൽ ആയി കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത് ആംപ്ലിഫയർ ഉപയോഗിക്കുന്നു അല്ലേ. ആംപ്ലിഫയർ ഈസ് യൂസ്ഡ് നെക്സ്റ്റ് പോയിന്റ് എവിടെ വരുന്നത് സെല്ലുലൊക്കെ നമ്മൾ കൂടുതൽ ആംപ്ലിഫയർ ഈസ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് എന്തുണ്ടാക്കാൻ വേണ്ടിയിട്ടാ ഇലക്ട്രിക്കൽ സിഗ്നൽ. അതിന് ഇലക്ട്രിക്കൽ സിഗ്നൽ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട് ആംപ്ലിഫയർ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ രണ്ട് ആംപ്ലിഫയർ വെച്ചിട്ടുണ്ട് ഇലക്ട്രിക്കൽ സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ആംപ്ലിഫയറിന്റെ ഉപയോഗം നമ്മൾ പറഞ്ഞു. അറ്റ് ലാസ്റ്റ് വി ഗെറ്റ് ഇത് റെക്കോർഡറാണ്. ഈ റെക്കോർഡിൽ നമുക്ക് എന്താ കിട്ടുന്നത് അറ്റ് ലാസ്റ്റ് വി ഗെറ്റ് ഡെൽറ്റ ടി വേഴ്സസ് ടി ആണ് ഡെൽറ്റ ടി വേഴ്സസ് ടി ഗ്രാഫ് അറ്റ് ദ റെക്കോർഡർ. അതും കൂടെ അവിടെ സ്പെസിഫിക് ആണ്, ഞാൻ അവിടെ എഴുതിയിട്ടില്ല. നിങ്ങൾ എഴുതുന്ന സമയത്ത് എന്താ അറ്റ് ലാസ്റ്റ് വി ഗെറ്റ് ഡെൽറ്റ ടി വേഴ്സസ് ടി അറ്റ് ദ എവിടെ റെക്കോർഡർ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഏതിൽ പറയണ്ടാവും ഇൻസ്ട്രുമെന്റേഷൻ പറയണ്ടു. അപ്പൊ ഇൻസ്ട്രുമെന്റേഷൻ പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ഫിഗറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, ബാക്കി നിങ്ങളുടെ സെന്റൻസിൽ എഴുതിയാൽ മതി. അപ്പൊ ഇൻസ്ട്രുമെന്റേഷൻ പറയുന്നതിന് മുന്നിലായിട്ട് നിങ്ങൾ ആദ്യം എന്ത് പഠിക്കണം പ്രിൻസിപ്പിൾ പഠിക്കണം. അല്ലാണ്ട് പ്രിൻസിപ്പിളിന്റെ ക്ലാസ് കേൾക്കാതെ ഇൻസ്ട്രുമെന്റേഷന്റെ ക്ലാസ് കേട്ടാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. എന്ന് വെച്ചാൽ കണ്ടിന്യൂഷൻ ആയിട്ട് കുറെ കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഒന്നുകൂടി ചുരുക്കി പറയാം എന്താ നമ്മുടെ ഇൻസ്ട്രുമെന്റേഷൻ പറയുന്ന സമയത്ത് ഇത് വേർഡ്സ് എഴുതിയ വലിയ മാർക്കൊന്നും കിട്ടൂല, ഫിഗറിനാണ് മാർക്ക് കിട്ടും. ഒരു 5 മാർക്കാണെങ്കിൽ 3 മാർക്കും ഫിഗറിനായിരിക്കും, ബാക്കി 2 മാർക്ക് മാത്രമേ അതിന്റെ എക്സ്പ്ലനേഷൻ എഴുതി കിട്ടുന്നുണ്ടാവുള്ളൂ. അപ്പോൾ എക്സ്പ്ലനേഷൻ പറയുന്ന സമയത്ത് എന്താ പറയേണ്ടത് here sample is taken in one chamber and inert reference is taken in another chamber. Next എന്താ പറയേണ്ടത് by using അല്ലെ എന്താ heat is produced. Next one എന്താ പറയേണ്ടത് heat is supplied by using microprocessor controlled power source. microprocessor controlled power source വെച്ചിട്ട് അവിടെ നമ്മൾ ഹീറ്റ് അപ്ലൈ ചെയ്യുന്നത്. അതുപോലെ ഹീറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് ചേഞ്ച് ഉണ്ടാവും ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ടാവുന്നുള്ളൂ. for measuring the എന്താണ് sample temperature sensor 1 is used and for measuring the reference temperature sensor 2 is used and which is converted into electrical signal or electrical form by using amplifier വെച്ചിട്ട് electrical signal ആയി കൺവേർട്ട് ചെയ്യാം. at last അപ്പോൾ ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല, അത് കൂടെ എഴുതണം. at last we get എന്താണ് we get a plot between അല്ലെങ്കിൽ a graph between delta t versus t at the recorder. അതുകൂടെ എഴുതണേ at last we get delta t versus t at the recorder. അതുകൂടെ പറഞ്ഞാൽ മാത്രമേ ഇത് കംപ്ലീറ്റ് ആവുള്ളൂ, ഇൻസ്ട്രുമെന്റേഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പൊ ഇൻസ്ട്രുമെന്റേഷൻ കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും ഫിഗർ വരക്കാണ്ട് എക്സ്പ്ലനേഷൻ എഴുതാൻ വേണ്ടി പാടില്ല, മാർക്ക് കിട്ടൂല. അതിന് ഫിഗറിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമുക്ക് അപ്ലിക്കേഷൻ നോക്കാം, ഡി ടിയുടെ അപ്ലിക്കേഷൻ ഒക്കെ നോക്കാം. അപ്പൊ ഡി ടി നമുക്ക് എന്തിനാണ് ഉപയോഗിക്കുന്നത് ഒന്നാമത്തെ നോക്കാം. ഇൻ ഫിസിക്കൽ കെമിസ്ട്രിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഫിസിക്കൽ കെമിസ്ട്രി എന്ന് പറയുമ്പോൾ നമ്മൾ തെർമോഡൈനാമിക്സിൽ വരുന്ന ഭാഗത്തിന് നമ്മൾ എന്താ പറയുക ഫിസിക്കൽ കെമിസ്ട്രി എന്ന് പറയും. അപ്പൊ ഫിസിക്കൽ കെമിസ്ട്രിയിൽ എങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നത് നോക്കാം. ഫസ്റ്റ് പോയിന്റ് ആയിട്ട് പറയാം ഒന്നാമത് ഡിറ്റർമിനേഷൻ ഓഫ് സ്പെസിഫിക് ഹീറ്റ് ആൻഡ് ഹീറ്റ് ഓഫ് റിയാക്ഷൻ. നമ്മൾ തെർമോഡൈനാമിക്സിലാണ് പഠിക്കുന്നത് അല്ലേ. ഒരു എന്താണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഹീറ്റ് ഓഫ് റിയാക്ഷൻ എല്ലാം തെർമോഡൈനാമിക്കിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അത്
ഫിസിക്കൽ കെമിസ്ട്രിന്റെ പാർട്ടിൽ വരുന്നതാണ്. അപ്പൊ നിങ്ങൾ നോക്കണ്ട എന്താണ് ഫസ്റ്റ് വൺ ഫിസിക്കൽ കെമിസ്ട്രി ഇൻ ഫിസിക്കൽ കെമിസ്ട്രി എന്ന് പറയാം. ആപ്ലിക്കേഷൻ ഫസ്റ്റ് വൺ ഇൻ ഫിസിക്കൽ കെമിസ്ട്രി അല്ല നമ്മൾ പറയുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് സ്പെസിഫിക് ഹീറ്റ് ആൻഡ് ഹീറ്റ് ഓഫ് റിയാക്ഷൻ. ഹീറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ എന്താ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ തന്നെയാണ്. ഹീറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് ഓൾസോ ഈക്വൽ ടു എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ. അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. നെക്സ്റ്റ് വൺ രണ്ടാമത് ഡിറ്റർമിനേഷൻ ഓഫ് തെർമൽ ഡിഫ്യൂസിബിലിറ്റി. തെർമൽ ഡിഫ്യൂസിബിലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. എങ്ങനെ കണ്ടുപിടിക്കുന്നത് വേണ്ട, നിങ്ങൾ ആ പോയിന്റ് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഡിറ്റർമിനേഷൻ ഓഫ് തെർമൽ ഡിഫ്യൂസിബിലിറ്റി. നെക്സ്റ്റ് വൺ രണ്ടാമത് ഈ അനലിറ്റിക്കൽ കെമിസ്ട്രി. അനലിറ്റിക്കൽ കെമിസ്ട്രി എന്ന് പറയുമ്പോൾ എന്താണ്, എന്തെങ്കിലും അനലൈസ് ചെയ്യുന്നതിന് നമ്മൾ എന്താ പറയാ അനലിറ്റിക്കൽ കെമിസ്ട്രി എന്ന് പറയുന്നത്. അപ്പൊ അനലിറ്റിക്കൽ കെമിസ്ട്രിയിൽ ഉപയോഗിക്കുന്ന ഒന്നാമത് ടു ഡിറ്റർമിൻ അല്ലെ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ഓഫ് ദ സബ്സ്റ്റൻസ്. അനലൈസ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് ടു ഡിറ്റർമിൻ ദ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ്. MPT മെൽറ്റിംഗ് പോയിന്റ്, BPT ബോയിലിംഗ് പോയിന്റ് ഉദ്ദേശിക്കുന്നത് മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ഡിറ്റർമിനേഷൻ ഓഫ് എ സബ്സ്റ്റൻസ്. ഓക്കെ, ഫുൾ ആയി എഴുതണേ. മെൽറ്റിംഗ് പോയിന്റിനെ മെൽറ്റിംഗ് പോയിന്റ് തന്നെ എഴുതാം, ബോയിലിംഗ് പോയിന്റിന് അതേ ഫുൾ ആയിട്ട് തന്നെ എഴുതാം. ആ മെൽറ്റിംഗ് പോയിന്റ് ബോയിലിംഗ് പോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. നെക്സ്റ്റ് വൺ ഐഡന്റിഫിക്കേഷൻ ഓഫ് സബ്സ്റ്റൻസ്. ഒരു സബ്സ്റ്റൻസിനെ തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. എന്താ വെച്ചാൽ നമ്മൾ അതിന് ചൂടാക്കുന്ന സമയത്ത് അവിടെ ഓരോ റിയാക്ഷൻ നടക്കും ഓരോ പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ അല്ലേ. അത് നമ്മൾ എക്സോതെർമിക് പീക്കും എൻഡോതെർമിക് പീക്കും എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്താ ഒരു സബ്സ്റ്റൻസിനെ തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഐഡന്റിഫിക്കേഷൻ ഓഫ് സബ്സ്റ്റൻസ്. നെക്സ്റ്റ് വൺ ക്വാളിറ്റി കൺട്രോൾ. ക്വാളിറ്റി അല്ല ഇതെല്ലാം നമ്മൾ എന്താ ക്വാളിറ്റേറ്റീവ് അനാലിസിസ് വരുന്നതാണ്. ഗുണങ്ങളാണ് കണ്ടുപിടിക്കുന്നത്. ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ഇൻ അല്ലെ എന്താണ് ഇൻ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയാം. നെക്സ്റ്റ് വൺ അതാണ് മൂന്ന് അനലിറ്റിക്കൽ കെമിസ്ട്രിയിൽ വരുന്നത്. നെക്സ്റ്റ് വൺ ഓർഗാനിക് കെമിസ്ട്രി. ഓർഗാനിക് കെമിസ്ട്രിയിൽ എന്താണ് ഫസ്റ്റ് വരുന്നത് ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ഓഫ് പോളിമർ. ഒരു പോളിമറിന്റെ ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ചെയ്യാം. അതിന്റെ എന്താണ് മീൻസ് പ്യൂരിറ്റി ഇതെല്ലാം ചെക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ഓഫ് പോളിമർ by analyzing the characteristic melting point of each polymer. അതായത് ഒരു പോളിമറിന്റെ മെൽറ്റിംഗ് പോയിന്റ് കണ്ടുപിടിച്ചിട്ട് അതിന്റെ എന്ത് കണ്ടുപിടിക്കാൻ നമ്മൾ അതിന്റെ ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ചെയ്യുക. അങ്ങനെ ചെയ്യുന്നുട്ടോ. അതായത് ആദ്യം മെൽറ്റിംഗ് പോയിന്റ് കണ്ടുപിടിക്കുക. ഏത് പോളിമറിന്റെ ആണോ നമ്മൾ അനലൈസ് ചെയ്യേണ്ടത് അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് കണ്ടുപിടിച്ചത് മുഖേനയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നതിന്റെ ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ചെയ്യുക. അവിടെ പറഞ്ഞിട്ടോ ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ഓഫ് പോളിമർ എങ്ങനെയാ ബൈ അനലൈസിംഗ് ദ characteristic melting point of each polymer. Okay, അത് ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് വൺ ലാസ്റ്റ് ആപ്ലിക്കേഷൻ ലാസ്റ്റ് വൺ ആണ് ഐഡന്റിഫിക്കേഷൻ ആൻഡ് പ്യൂരിറ്റി ഡിറ്റർമിനേഷൻ ഓഫ് ഓയിൽ ഫാറ്റ് എക്സ്പ്ലോസീവ് എക്സെട്ര. അതായത് ഓയിൽ ഫാറ്റ് അതുപോലെ തന്നെ എക്സ്പ്ലോസീവ് ഇതിന്റെ ഐഡന്റിഫിക്കേഷനും അതുപോലെ തന്നെ പ്യൂരിറ്റി ഡിറ്റർമിനേഷനും വേണ്ടിയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. DTA എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡിലൂടെ നമുക്കിത് അനലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് എന്ത് വരുന്നത് അതിന്റെ അപ്ലിക്കേഷൻ ആയിട്ട് വരുന്നത്. ഈ മൂന്ന് അപ്ലിക്കേഷൻ കറക്റ്റായി പഠിച്ചു വെക്കുക. നമുക്ക് ജസ്റ്റ് ചോദിക്കാം വാട്ട് ആർ ദ അപ്ലിക്കേഷൻസ് ഓഫ് എന്താണ് TGA ഓർ DTA എന്ന് ചോദിക്കാം. TGA അപ്ലിക്കേഷൻ നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ DTA അപ്ലിക്കേഷൻ നമ്മളൊരു 5 മാർക്ക് ക്വസ്റ്റ്യന് രീതിയിൽ മാർക്ക് പഠിച്ചു വെച്ചാൽ മതി. ഇവിടെ മാക്സിമം 5 മാർക്ക് ക്വസ്റ്റ്യനേ വരുന്നുണ്ടാവുള്ളൂ, അതിൽ കൂടുതൽ സാധ്യതയൊന്നുമില്ല. അപ്പൊ ഇതാണ് അപ്ലിക്കേഷൻ ഓഫ് ഏത് DTA എന്ന് പറയുന്നത്. അപ്പൊ ചെറിയൊരു പോർഷൻ കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. DTA കർവ് ഓഫ് കാൽസ്യം ഓക്സലേറ്റ് മോണോഹൈഡ്രേറ്റ്. ഇത് നമ്മൾ TGA കർവ് പഠിച്ചിട്ടുണ്ട് ഇതിന്റെ. അപ്പൊ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് കാൽസ്യം ഓക്സലേറ്റ് മോണോഹൈഡ്രേറ്റിനെ ചൂടാക്കിയാൽ DTA പ്രകാരം നമുക്ക് ഏത് ഗ്രാഫാ കിട്ടുക. TGA പ്രകാരമുള്ള ഗ്രാഫ് നമുക്ക് ഓർമ്മയുണ്ടാവും. ഓരോ മീൻസ് അല്ലെ ഓർമ്മയുണ്ടല്ലോ സ്ലോപ്പും അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ പാർട്ട് അതുപോലെ തന്നെ സ്ലാൻഡിങ് ഡൗൺവേർഡ് പോർഷൻ അത് വരുന്നുണ്ട് അവിടെ ഓരോ എലിമിനേഷനും. ഇവിടെ അതുപോലെ തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പൊ ഇവിടെ ഫസ്റ്റ് എന്താണ് രണ്ട് ഗ്രാഫ് ഏതൊക്കെ തമ്മിലുള്ള ഗ്രാഫ് വരിക ഡെൽറ്റ ടി എന്ന് പറയുമ്പോൾ TS മൈനസ് TR അല്ലെ വേഴ്സസ് TR ഓർ TC ഓർ സിംപ്ലി എന്ന് പറയാ ടെമ്പറേച്ചർ. ആ ഗ്രാഫിനെ നമ്മൾ എന്ത് പറഞ്ഞത് തെർമോഗ്രാഫ് പറഞ്ഞത് DTA ന്റെ കേസിൽ വരുന്നു അല്ലെ. അപ്പൊ രണ്ട് ടൈപ്പ് ഗ്രാഫ് കിട്ടുന്നുണ്ട് നമുക്ക്. ഒന്നല്ല ഒന്ന് ഏതിനാ നടക്കുന്നത് ആ റിയാക്ഷൻ അതിനെ ചൂടാക്കുക അത്രേ ഉള്ളൂ. കാൽസ്യം ഓക്സൈഡ് മോണോഹൈഡ്രേറ്റ് ചൂടാക്കുക. അപ്പൊ ഒന്ന് നമ്മൾ ചെയ്യുന്നത് കാർബൺ ഡൈ ഓക്സൈഡിലാണ്, മറ്റേ നമ്മൾ ചെയ്യുന്നതാണ് എയറിലാണ്. ഒരു റിയാക്ഷൻ കാർബൺ ഡൈ ഓക്സൈഡ് കാർബൺ ഡൈ ഓക്സൈഡിലുള്ള ഹീറ്റിംഗ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ പ്രസൻസിൽ നടക്കുന്ന ഹീറ്റിംഗ് മറ്റേ എയറിന്റെ പ്രസൻസിൽ നടക്കുന്ന ഹീറ്റിംഗ്. അപ്പൊ എന്താ പറയുന്നത് 1 2 3 3 പീക്ക് ഉണ്ടാവുക രണ്ടടുത്ത അല്ലെ. അപ്പൊ എന്താണ് എത്ര പീക്കാണുള്ളത് 3 പീക്സ്
3 പീക്സ്. എന്താണ് പീക്ക് കാണിക്കുന്നത്? കറസ്പോണ്ടിങ് ടു ദ എലിമിനേഷൻ ഓഫ് ഏതാദ്യം എലിമിനേറ്റ് ചെയ്യുക അതുപോലെ തന്നെയാണ് എലിമിനേഷൻ ഓഫ് H2O, CO and CO2. അപ്പൊ ആ മൂന്ന് എലിമിനേറ്റ് ചെയ്യുന്നത് കാണിക്കുന്നത്. ഫസ്റ്റ് ഏതിന്റെ എലിമിനേഷനാണ് കാണിക്കുന്നത്? ഈ പീക്ക്. ഇത് ഏത് പീക്കാണ്? ഇതെടുത്ത് നോക്കിയാൽ ഇതാ ഇത് താഴത്തെ സാധനമാണ് അല്ലെ. ഇതിങ്ങനെ ഇങ്ങനെ എടുത്താൽ നമ്മളിങ്ങനെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇങ്ങനെ വരും അല്ലെ. ഇതിങ്ങനെ വന്നു, നെക്സ്റ്റ് ഇങ്ങനെ, പിന്നെ ഇങ്ങനെ വന്നു അല്ലെ. അപ്പൊ ഇതാണ് മൂന്ന് പീക്ക് വരുന്നത് അല്ലെ. ഇതാണ് ഇത് ഏത് പീക്കാ? നമ്മൾ പറഞ്ഞ രണ്ട് പീക്ക് ഉണ്ട്. ഇത് എൻഡോതെർമിക് പീക്ക്. ഞാൻ പറഞ്ഞത് കറക്റ്റ് മനസ്സിലാക്കണം. ഇത് ഏത് പീക്കാ? ഇത് എക്സോതെർമിക് പീക്ക്. ഇത് എന്താണ്? എൻഡോതെർമിക് പീക്ക്. അതായത് ഇതും എൻഡോതെർമിക് പീക്കും ഇത് എക്സോതെർമിക് പീക്കുമാണ്. രണ്ടാമത്തെ എയർ കാർബൺ ഡൈ ഓക്സൈഡ് എടുത്താലോ 1 2 3 മൂന്നും എന്താണ്? താഴത്തേക്കാണ്. മൂന്നും എൻഡോതെർമിക് പീക്കാണ്. അപ്പൊ എൻഡോതെർമിക് പീക്കും എക്സോതെർമിക് പീക്കും എന്താണെന്നൊരു ഐഡിയ വേണം. അല്ലാണ്ട് നമുക്കിത് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്താണ് എൻഡോതെർമിക്. ഞാൻ അതിന്റെ പ്രിൻസിപ്പിൾ പറയുമ്പോൾ കറക്റ്റായി പറ്റണമായിരുന്നു. എൻഡോതെർമിക് പീക്ക് എന്തുകൊണ്ടാണ് നടക്കുന്നത്, എക്സോതെർമിക് പീക്ക് എന്തുകൊണ്ടാണ് നടക്കുന്നത്, നമ്മൾ ആ റിയാക്ഷൻ അത് പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ എന്താണ് ഇവിടെ ഇത്ര പറയണ്ടു? DTA കർബിന്റെ കാൽസ്യം ഓക്സലേറ്റിന്റെ DTA കർബ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യ ഗ്രാഫ് എടുക്കുക. It has 3 peaks corresponding to the elimination of H2O, CO and CO2. അതായത് ഇത് ഏതിന്റെ എലിമിനേഷൻ കാണിക്കുന്നതാണ്? വാട്ടർ എലിമിനേഷൻ കാണിക്കുന്നതാണ്. ഇത് വാട്ടറിന്റെ എലിമിനേഷൻ ആണ്. ഇത് മീഡിയം വരെയാണ്. ഇത് ഏതിന്റെ എലിമിനേഷൻ ആണ്? CO ന്റെ എലിമിനേഷൻ. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എയർ കാർബൺ ഡൈ ഓക്സൈഡ് ഇതാണ് CO ന്റെ എലിമിനേഷൻ. ഇത് ഏതിന്റെ എലിമിനേഷൻ? കാർബൺ ഡൈ ഓക്സൈഡ് എലിമിനേഷൻ. ഇതും കാർബൺ ഡൈ ഓക്സൈഡ് എലിമിനേഷൻ. ഓരോന്നിന്റെ എലിമിനേഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ പീക്ക് കിട്ടുന്നുണ്ടാവും. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇവിടെ കാണിക്കാം എന്താ 3 പീക്സ് അല്ലേ. ആ 3 എലിമിനേഷൻ ഏതാ നമുക്ക് അറിയുന്നതാണ്. കഴിഞ്ഞതിൽ എഴുതിയിട്ടുണ്ട് അതേപോലെ തന്നെയാണ്. CaC2O4 H2O അല്ലേ. ആദ്യം എലിമിനേറ്റ് ചെയ്യുന്നത് എന്താണ്? ഹീറ്റ് ചെയ്യുന്ന സമയത്ത് CaC2O4 H2O. ആദ്യം വാട്ടർ എലിമിനേറ്റ് ചെയ്തു. വാട്ടർ എലിമിനേറ്റ് ചെയ്ത് പോയി. രണ്ടാമത്തെ കേസിലാണ് CaC2O4. അതിന് നമ്മൾ വീണ്ടും ഹീറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ എലിമിനേറ്റ് ചെയ്യുന്നത് പോകുന്നത്? CaCO3 CO അല്ലെ. CaCO3 CO അതാണ് കാർബൺ മോണോക്സൈഡ് എലിമിനേറ്റ് ചെയ്യുന്നത്. ലാസ്റ്റ് കേസ് ആണെങ്കിൽ എന്താണ്? CaCO3 വീണ്ടും ഹീറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ എലിമിനേറ്റ് ചെയ്യുന്നത്? CaO CO2. അപ്പൊ ഇതാ ആദ്യത്തെ കേസിൽ CH2 എലിമിനേറ്റ് ചെയ്തു, രണ്ടാമത്തെ കേസിൽ കാർബൺ മോണോക്സൈഡ് എലിമിനേറ്റ് ചെയ്തു, മൂന്നാമത്തെ കേസിലാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് എലിമിനേറ്റ് ചെയ്തു. ആ ഓരോ എലിമിനേഷന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഓരോ പീക്ക് കിട്ടുന്നുണ്ട്. ഇത്ര പറയണ്ടു. ആ പീക്ക് ഓരോ എലിമിനേഷന് കറസ്പോണ്ടിങ് ആണെന്ന് പറയാം. ഇനി ഇത് കൂടെ വെച്ചാൽ നമുക്ക് എന്താണ് ഫുള്ളായി. ആ എലിമിനേഷൻ ഏതൊക്കെയാണ് കാണിച്ചാൽ ഫുള്ളായി. 3 എലിമിനേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വാട്ടർ എലിമിനേഷൻ, കാർബൺ ഡൈ ഓക്സൈഡ് എലിമിനേഷൻ, അതുപോലെ തന്നെ CO എലിമിനേഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇതിൽ പറയാനുള്ളത്. DTA കേസിൽ ഇത്രേ പറയാനുള്ളൂ. അതായത് നമ്മൾ ഇൻസ്ട്രുമെന്റേഷൻ കഴിഞ്ഞു, ഒരു എക്സാമ്പിൾ പറഞ്ഞു, അപ്ലിക്കേഷൻ പറഞ്ഞു, അതുപോലെ തന്നെ അതിന്റെ പ്രിൻസിപ്പിൾ. ഒരു അപ്ലിക്കേഷൻ ഒരു കോമ്പൗണ്ടിന് മാത്രമേ നമുക്ക് എഴുതാൻ വേണ്ടി ചോദിച്ചിട്ടുള്ളൂ. കാൽസ്യം ഓക്സലേറ്റ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അത് എഴുതി പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അത് കണ്ടിട്ട് മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഓക്കെ, താങ്ക് യു.